ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ ഇന്നത്തെ കറണ്ട് അഫയേഴ്സാണ് എടുക്കാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ്, കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ന്യൂസും ഞാനിതിൽ കവർ ചെയ്യുന്നതാണ്. അപ്പോൾ എൻ്റെ ക്ലാസ് ഞാൻ 2 ലാംഗ്വേജിലാണ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. നോട്ട്സ്, അതായത് ഒരു പേജിൽ ഫസ്റ്റ് എല്ലാ ന്യൂസും ഫസ്റ്റ് പേജ് ഇംഗ്ലീഷിൽ ന്യൂസ് കൊടുക്കും. സെയിം ന്യൂസ് നെക്സ്റ്റ് പേജിൽ മലയാളത്തിലും കൊടുത്തിട്ടുണ്ടാവും. നോട്ട്സ് മലയാളത്തിലും തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് പഠിക്കാൻ എളുപ്പത്തിനും അതേപോലെ മലയാളത്തിൽ നോട്ട്സ് വേണ്ടവർക്ക് അങ്ങനെ കിട്ടാൻ വേണ്ടിയിട്ടുമാണ്, ആ സൗകര്യത്തിനാണ് ഞാൻ 2 ലാംഗ്വേജിലും നോട്ട്സ് തരുന്നത്. അപ്പോൾ നിങ്ങൾ മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക. അതേപോലെ നിങ്ങൾ റിവിഷൻ ചെയ്ത് പഠിക്കുക. അങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, ഫോൺപേ ടോക്കണൈസസ് 1.4 crore ഡെബിറ്റ് ക്രെഡിറ്റ് കാർഡ്സ് ഇൻ ലൈൻ വിത്ത് RBI മാൻഡേറ്റ്. അപ്പോൾ RBI മാൻഡേറ്റ് പ്രകാരം ഫോൺപേ 1.4 കോടി ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സിനെ ടോക്കണൈസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതൊന്ന് വായിക്കാം. ദ ലാർജസ്റ്റ് ഫിൻടെക് പ്ലാറ്റ്ഫോം ഇൻ ഇന്ത്യ, ഫോൺപേ സെഡ് ദാറ്റ് 14 million ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ് ഹാവ് ബീൻ tokenized on the platform, which is in line with the mandatory card tokenization of RBI, which is a move to reduce the risk of fraud and safeguard customers and card details. അപ്പോൾ ഇതെന്തിനാണ് ടോക്കണൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർഡ് ഡീറ്റെയിൽസ് ഫ്രോഡ് ഒക്കെ തടയാനും അതേപോലെ ടോക്കണൈസ്, അതായത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്, സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കസ്റ്റമേഴ്സിൻ്റെ കാർഡ് ഡീറ്റെയിൽസ് സേഫ് ഗാർഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ടോക്കണൈസേഷൻ നടത്തുന്നത്. ഫോൺപേ ആണത് ടോക്കണൈസ് ചെയ്തിരിക്കുന്നത്. 1.4 crore ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡ്സ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പുതുമൈ പെൻ സ്കീം ലോഞ്ച്ഡ് ഇൻ തമിഴ്നാടു ഫോർ ഗേൾ ചിൽഡ്രൻ. അപ്പോൾ ആ സ്കീമിൻ്റെ പേരാണ് പുതുമൈ പെൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ പുതുമൈ പെൺ സ്കീം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് തമിഴ്നാടുവിൽ. ഗേൾ ചിൽഡ്രന് വേണ്ടിയിട്ടാണ് അത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വായിക്കാം. തമിഴ്നാടു ചീഫ് മിനിസ്റ്റർ MK സ്റ്റാലിൻ ഓൺ September 5 ലോഞ്ച്ഡ് ദ മൂവല്ലൂർ രാമാമിർത്തം അമ്മയാർ ഹയർ എഡ്യൂക്കേഷൻ അഷുറൻസ് സ്കീം ടൈറ്റിൽഡ് പുതുമൈ പെൺ സ്കീം. ഗേൾ സ്റ്റുഡൻസ് ഹു സ്റ്റഡീസ് ഫ്രം ക്ലാസ് 5th to 12th. അപ്പോൾ 5 മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു സ്കീം ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇവർക്ക് എന്താണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സ്കീം പ്രകാരം അവർക്കൊരു മന്ത്ലി അസിസ്റ്റൻസ് കൊടുക്കും 1000 രൂപയുടെ, അവരുടെ ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമ കംപ്ലീറ്റ് ആവുന്നത് വരെ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. റോബിൻ ഉത്തപ്പ അനൗൺസസ് റിട്ടയർമെൻറ്റ് ഫ്രം ഓൾ ഫോംസ് ഓഫ് ഇന്ത്യൻ ക്രിക്കറ്റ്. അപ്പോൾ ഇന്ത്യൻ ക്രിക്കറ്റ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ നിന്നും വിരമിച്ചിരിക്കുകയാണ് റോബിൻ ഉത്തപ്പ, എല്ലാ ഫോംസ് ഓഫ് ക്രിക്കറ്റിൽ നിന്നും. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇന്ത്യൻ ബാറ്റർ റോബിൻ ഉത്തപ്പ അനൗൺസ്ഡ് ഹിസ് റിട്ടയർമെൻറ്റ് ഫ്രം ഓൾ ഫോർമാറ്റ്സ് ഓഫ് ദി ഗെയിം. അതായത് ക്രിക്കറ്റ്, ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് മാത്രമല്ല എല്ലാവിധ കളികളിൽ നിന്നും, എല്ലാവിധ ക്രിക്കറ്റ് മത്സരങ്ങളിൽ നിന്നും റിട്ടയർ ചെയ്തിരിക്കുകയാണ് റോബിൻ ഉത്തപ്പ. The Karnataka-born batter made his international debut against England at Nehru Stadium in 2006. അപ്പോൾ 2006 ഡെബ്യൂ ചെയ്തത് ഇംഗ്ലണ്ടിനെതിരെ നെഹ്റു സ്റ്റേഡിയത്തിൽ. ആഫ്റ്റർ പ്ലേയിങ് 50+ international games and 205 matches in the Indian Premier League, the star batter also last played for Chennai Super Kings. അപ്പോൾ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടിയിട്ട് കഴിഞ്ഞ പ്രാവശ്യം കളിക്കുകയുണ്ടായി IPL 2022. അപ്പോൾ ആ റോബിൻ ഉത്തപ്പ റിട്ടയർ ചെയ്തിരിക്കുകയാണ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. മോഡേൺ സ്ലേവറി ഓൺ ദ റൈസ് ആസ് ക്രൈസസ് ഫ്യൂവൽ പോവർട്ടി. UN റിപ്പോർട്ട്. അപ്പോൾ UN റിപ്പോർട്ട് പ്രകാരം മോഡേൺ സ്ലേവറി റൈസ് ചെയ്തിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. റൈസ് ആസ് എ ക്രൈസിസ് ഫ്യൂവൽ പോവർട്ടി കാരണം കൊണ്ട് റൈസ് ആയിരിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദി ഗ്ലോബൽ എസ്റ്റിമേറ്റ്സ് ഓഫ് മോഡേൺ സ്ലേവറി, എ റിപ്പോർട്ട് പബ്ലിഷ്ഡ് ബൈ ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ. അപ്പോൾ ആ റിപ്പോർട്ടിൻ്റെ പേരാണ് ദി ഗ്ലോബൽ എസ്റ്റിമേറ്റ് ഓഫ് മോഡേൺ സ്ലേവറി. ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷനാണ് അത് പബ്ലിഷ് ചെയ്തത്. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ ആൻഡ് ഇൻ്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ്
ഗ്രൂപ്പ് വാക്ക് ഫ്രീ ഇവരൊക്കെയാണത് പബ്ലിഷ് ചെയ്തത്. അവർ പറയുകയാണ് സെഡ് 50 മില്യൺ പീപ്പിൾ വർ ലിവിങ് ഇൻ മോഡേൺ സ്ലേവറി ഇൻ 2021. അപ്പോൾ 50 മില്യൺ എന്ന് പറഞ്ഞാൽ 1 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10 ലക്ഷമാണ്. അപ്പോൾ 10 മില്യൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 കോടി. അപ്പോൾ 5 കോടി ജനങ്ങൾ ഇപ്പോഴും മോഡേൺ സ്ലേവറിയിലാണ് ജീവിക്കുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ILO ഇൻ്റർനാഷണൽ ലേബർ ഓർഗനൈസേഷൻ്റെ ഡയറക്ടർ ജനറലാണ് ഗൈ റൈഡർ. അതേപോലെ IOM അതായത് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ മൈഗ്രേഷൻ്റെ ഡയറക്ടർ ജനറലാണ് അന്റോണിയോ വിറ്റോറിനോ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ആന്ധ്രാപ്രദേശ് ഒഡീഷ അട്രാക്ട് മാക്സിമം ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ 2022. അപ്പോൾ ആന്ധ്രാപ്രദേശും ഒഡീഷയും മാക്സിമം ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ് അട്രാക്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത് 2022. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. അക്കോർഡിംഗ് ടു ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് പ്രൊമോഷൻ ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് ഇൻറ്റേർണൽ ട്രേഡ് report, both states account for 45% of the entire investment inflow in the country in 2022. Also, India's actual industrial investment for the first 7 months stood at rupees 1,71,285 crore, of which Andhra Pradesh topped the list with 40,361 crore, followed by Odisha with 36,828 rupees. അപ്പോൾ ആന്ധ്രാപ്രദേശും ഒഡീഷയും അട്രാക്ട് ചെയ്തിരിക്കുകയാണ് മാക്സിമം ഇൻഡസ്ട്രിയൽ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ജിമെക്സ് 2022 ഇന്ത്യ ആൻഡ് ജപ്പാൻ ബിഗിൻ ജോയിൻറ്റ് നേവൽ ഡ്രിൽസ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. അപ്പോൾ ഇന്ത്യയും ജപ്പാനും ജോയിൻറ്റ് നേവൽ ഡ്രിൽസ് ബേ ഓഫ് ബംഗാളിൽ ജോയിൻറ്റ് നേവൽ ഡ്രിൽസ് കണ്ടക്ട് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ 6th എഡിഷൻ ഓഫ് ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ്, ജിമെക്സിൻ്റെ ഫുൾ ഫോമാണ് ജപ്പാൻ ഇന്ത്യ മാരിടൈം എക്സസൈസ്. അത് ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇന്ത്യൻ നേവി ബേ ഓഫ് ബംഗാളിൽ വെച്ചിട്ട്. സോ ഈ എഡിഷൻ 10th ആനിവേഴ്സറി ഓഫ് ജിമെക്സ് ആണ് മാർക്ക് ചെയ്യുന്നത്. ഇത് തുടങ്ങിയത് ജപ്പാനിൽ 2012 ജപ്പാനിൽ വെച്ചിട്ടാണ് തുടങ്ങിയത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ 15th സെപ്റ്റംബർ. അപ്പോൾ 15th സെപ്റ്റംബർ വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. വേൾഡ് ലിംഫോമ അവയർനെസ് ഡേ ഈസ് ആൻ ആനുവൽ ഇവൻറ്റ് ഓർഗനൈസ്ഡ് എവറി ഇയർ ഓൺ 15th സെപ്റ്റംബർ ടു ക്രിയേറ്റ് അവയർനെസ് അബൌട്ട് ദ ക്യാൻസർ ഓഫ് എ ലിംഫറ്റിക് സിസ്റ്റം ആൻഡ് എഡ്യൂക്കേറ്റ് പീപ്പിൾ അബൌട്ട് ദ ഫങ്ഷനാലിറ്റി ഓഫ് lymphatic systems, which consist of lymph nodes, spleen, thymus gland, and bone marrow. Lymphoma is a common blood cancer that appears due to malfunctioning of white blood cells called lymphocyte. അപ്പോൾ ലിംഫോമ എന്ന് പറയുന്നത് അതിന് എളുപ്പത്തിൽ പറയുകയാണെങ്കിൽ അതൊരു ബ്ലഡ് ക്യാൻസർ ആണ്. അത് മാൽഫങ്ഷനിങ് ഓഫ് വൈറ്റ് ബ്ലഡ് സെൽസിൻ്റെ മാൽഫങ്ഷനിങ് കാരണം കൊണ്ട് ഉണ്ടാവുന്ന ഒരു അസുഖമാണ് ഈ ലിംഫോമ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ലിംഫോമ അവയർനെസ് ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്, അതിൻ്റെ അവയർനെസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒബ്സർവ് ചെയ്യുന്ന ഡേ ആണ് 15th സെപ്റ്റംബർ. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. TCS becomes India's most valuable ഒന്നുകൂടി വായിക്കാം. TCS becomes India's most valuable brand in 2022, says Kantar BrandZ report. അപ്പോൾ TCS ഇന്ത്യയുടെ മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡായിട്ട് മാറിയിരിക്കുകയാണ് 2022. സോ കാണ്ടാർ ബ്രാൻഡ്സ് റിപ്പോർട്ടാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ഈസ് ഇന്ത്യാസ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ് ഇൻ 2022, റീപ്ലേസിങ് HDFC ബാങ്ക്. അപ്പോൾ HDFC ബാങ്ക് ആയിരുന്നു മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡായിട്ട് ഉണ്ടായിരുന്നത്. അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഇപ്പോൾ ടാറ്റ കൺസൾട്ടൻസി സർവീസസ് ആണ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡായിട്ട് 2022 നിൽക്കുന്നത്. which held a number of one spot since 2014, according to Kantar BrandZ report on India's most valuable brands. India's top 75 brands are worth $393 billion. അപ്പോൾ ഇന്ത്യയുടെ ടോപ്പ് 75 ബ്രാൻഡ്സിൻ്റെ വർത്ത് എന്ന് പറയുന്നത് $393 billion ആണ്. അപ്പോൾ ഇത് കാണ്ടാർ ബ്രാൻഡ്സ് റിപ്പോർട്ടാണ്, അവരാണിത് പറഞ്ഞിരിക്കുന്നത്.
സോ TCS ആണ് മോസ്റ്റ് വാല്യുബിൾ ബ്രാൻഡ് 2022. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 15th സെപ്റ്റംബറിലാണ്. സോ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത് 15th സെപ്റ്റംബറാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ഓൺ 15th സെപ്റ്റംബർ അണ്ടർ എ സ്പെസിഫിക് തീം. The day is observed globally to mark the importance of democracy and create awareness among people about democratic rights. അപ്പോൾ ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഡെമോക്രസി ആയിട്ട് 15th സെപ്റ്റംബറാണ് ഒബ്സർവ് ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ലോഞ്ചസ് ജോയിൻറ്റ് വൈറ്റ് പേപ്പർ ഓൺ അർബൻ വേസ്റ്റ് വാട്ടർ സിനാരിയോ ഇൻ ഇന്ത്യ with Denmark at a World Water Congress and Exhibition 2022. അപ്പോൾ ഇന്ത്യ ജോയിൻറ്റ് വൈറ്റ് പേപ്പർ ഓൺ അർബൻ വേസ്റ്റ് വാട്ടർ സിനാരിയോ ഇൻ ഇന്ത്യ വിത്ത് ഡെൻമാർക്കായിട്ട് ജോയിൻ ചെയ്തിട്ടാണ് ഈ ഒരു എക്സിബിഷൻ പങ്കെടുത്തത്, ഇന്ത്യ ലോഞ്ച് ചെയ്തത്. സോ അർബൻ വേസ്റ്റ് വാട്ടർ സിനാരിയോ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വേൾഡ് വാട്ടർ കോൺഗ്രസ് ആൻഡ് എക്സിബിഷൻ ആണ് ലോഞ്ച് ചെയ്തത് ഇന്ത്യ. സോ ഇതൊന്ന് വായിക്കാം. ഇന്ത്യ ഹാസ് ലോഞ്ച്ഡ് എ ജോയിൻറ്റ് വൈറ്റ് പേപ്പർ ഓൺ അർബൻ വേസ്റ്റ് വാട്ടർ സിനാരിയോ ഇൻ ഇന്ത്യ വിത്ത് ഡെൻമാർക്ക് അറ്റ് വേൾഡ് വാട്ടർ കോൺഗ്രസ് ആൻഡ് എക്സിബിഷൻ 2022 ഇൻ കോപ്പൻഹാജൻ. ജൽശക്തി മിനിസ്റ്റർ ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് അറ്റൻഡഡ് ദ ഇവൻറ്റ്. അപ്പോൾ ജൽശക്തി മിനിസ്റ്ററായ ഗജേന്ദ്ര ഷെഖാവത്താണ് ഈ ഇവൻറ്റ് അറ്റൻഡ് ചെയ്തത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NITI Aayog hosts first Shoonya Forum to commemorate a first anniversary of India's Zero Pollution E-Mobility campaign. അപ്പം NITI Aayog ഹോസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഫസ്റ്റ് ശൂന്യ ഫോറം. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ആനിവേഴ്സറി ഓഫ് ഇന്ത്യ സീറോ പൊല്യൂഷൻ E-Mobility ക്യാമ്പയിൻ കൊമമറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് NITI Aayog ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ശൂന്യ ഫോറം. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. NITI Aayog today hosted first Shoonya Forum to commemorate the first anniversary of India's Zero Pollution E-Mobility campaign in Delhi. On the occasion, more than 25 Shoonya partners announced their commitment and pledged to accelerate India's clean mobility story with electric vehicles to improve air quality for Indian citizens. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് എക്സ്പേർട്ട് കമ്മിറ്റി ടു എക്സാമിൻ ആൻഡ് സജസ്റ്റ് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു അഡ്രസ് റെഗുലേറ്ററി ആൻഡ് അതർ ഇഷ്യൂസ്. അപ്പോൾ ഗവൺമെൻറ് ഒരു എക്സ്പേർട്ട് കമ്മിറ്റിയെ നിയോഗിച്ചിരിക്കുകയാണ്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സാമിൻ ചെയ്യാനും അതേപോലെ സജസ്റ്റ് ചെയ്യാനും എന്ത് അപ്രോപ്രിയേറ്റ് മെഷേഴ്സ് ടു അഡ്രസ് റെഗുലേറ്ററി ആൻഡ് അതർ ഇഷ്യൂസ് സജസ്റ്റ് ചെയ്യാനും അതേപോലെ എക്സാമിൻ ചെയ്യാനും വേണ്ടിയിട്ട് എക്സ്പേർട്ട് കമ്മിറ്റിയെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. ദ ഗവൺമെൻറ് ഹാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആൻ എക്സ്പേർട്ട് കമ്മിറ്റി ടു എക്സാമിൻ ആൻഡ് സജസ്റ്റ് മെഷേഴ്സ് ടു അഡ്രസ് റെഗുലേറ്ററി ആൻഡ് അതർ ഇഷ്യൂസ് ടു എനേബിൾ സ്കെയിലിംഗ് അപ്പ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ബൈ വെഞ്ചർ ക്യാപിറ്റൽ ആൻഡ് പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്. The 6-member panel will be headed by former SEBI chairman M. Damodaran. The committee will suggest measures to further accelerate investment into startups and the sunrise sector. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സിക്കന്ദർ രാസ, താലിയ മെഗ്രാത്ത് വിൻ ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ഫോർ ഓഗസ്റ്റ് 2022. അപ്പോൾ സിക്കന്ദർ രാസയും അതേപോലെ താലിയ മെഗ്രാത്തും ICC പ്ലെയർ ഓഫ് ദ മന്ത്, അതായത് ക്രിക്കറ്റിൻ്റെ പ്ലെയർ ഓഫ് ദ മന്ത് ICC പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ജയിച്ചിരിക്കുകയാണ്. ഓഗസ്റ്റ് മാസത്തെ പ്ലെയർ ഓഫ് ദ മന്ത് അവാർഡ് ജയിച്ചിരിക്കുകയാണ്. സോ ഇതതിൻ്റെ എക്സ്പ്ലനേഷനാണ്, നിങ്ങൾക്കിത് വായിക്കാം. സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, അപ്പോൾ നമുക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. വിനേഷ് ഫോഗട്ട് വിൻസ് ബ്രോൺസ് ഇൻ വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സ് ഇൻ സെർബിയ. അപ്പോൾ സെർബിയയിൽ വെച്ച് നടക്കുന്ന വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സിൽ വിനേഷ് ഫോഗട്ട് ബ്രോൺസ് മെഡൽ നേടിയെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിനേഷ് ഫോഗട്ട് ഹാസ് ബിക്കം ദ ഫസ്റ്റ് ഇന്ത്യൻ വുമൺ റെസ്ലർ ടു വിൻ 2 medals അറ്റ് ദ വേൾഡ് ചാമ്പ്യൻഷിപ്സ് ആഫ്റ്റർ ക്ലിഞ്ചിങ് എ ബ്രോൺസ് ഇൻ 53 kilogram കാറ്റഗറി ഇൻ ബെൽഗ്രേഡ്, സെർബിയ. സോ ബെൽഗ്രേഡ് സെർബിയയിലാണ് ജയിച്ചത്. വിനേഷ് ഫോഗട്ടാണ് ബ്രോൺസ് മെഡൽ നേടിയിരിക്കുന്നത് സെർബിയയിൽ വെച്ച് നടത്തുന്ന വേൾഡ് റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്സിൽ.
സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്ക് ഇത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യ ഒബ്സർവ്സ് എഞ്ചിനീയേഴ്സ് ഡേ ഓൺ September 15th എവറി ഇയർ. അപ്പോൾ ഇന്ത്യ എഞ്ചിനീയേഴ്സ് ഡേ ഒബ്സർവ് ചെയ്തിരിക്കുകയാണ് September 15th. എല്ലാ വർഷവും September 15th എഞ്ചിനീയേഴ്സ് ഡേ ഒബ്സർവ് ചെയ്യുന്നുണ്ട് ഇന്ത്യ. സോ അതെന്തിനാണ് ഒബ്സർവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഹോണർ ശ്രീ മോക്ഷഗുണ്ടം വിശ്വേശ്വരായെ ഹോണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡേ ഒബ്സർവ് ചെയ്യുന്നത്. ഹു ഈസ് ക്രെഡിറ്റഡ് ആസ് ദ ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ എഞ്ചിനീയർ. അപ്പോൾ ഫസ്റ്റ് ഇന്ത്യൻ സിവിൽ എഞ്ചിനീയറും സ്റ്റേറ്റ്സ്മാൻ ആൻഡ് ഓൾസോ വാസ് 19th ദിവാൻ ഓഫ് മൈസൂർ. അപ്പോൾ ആ ഒരു സ്ഥാനങ്ങളിലാണ് ഇരുന്നിട്ടുള്ളത് ഈ മോക്ഷഗുണ്ടം വിശ്വേശ്വരായ. അപ്പോൾ അദ്ദേഹത്തെ ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എല്ലാ വർഷവും ഈ September 15 എഞ്ചിനീയർ ഡേ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഡേ 2022 ഇസ് ദ 55th എഡിഷൻ ഓഫ് ദ ഡേ. അപ്പോൾ ഇത് 55ാമത്തെ എഡിഷനാണ്, 55ാമത്തെ പ്രാവശ്യമാണ് ഈ എഞ്ചിനീയറിംഗ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇൻ ഫുട്ബോൾ, ഇന്ത്യ ബീറ്റ് നേപ്പാൾ 4-0 ടു ക്ലിഞ്ച് സാഫ് Under-17 ചാമ്പ്യൻഷിപ്പ് ടൈറ്റിൽ ഇൻ കൊളംബോ. അപ്പോൾ കൊളംബോയിൽ വെച്ച് നടന്ന ഫുട്ബോൾ ടൂർണമെൻറ്റിൽ സാഫ് Under-17 ചാമ്പ്യൻഷിപ്പ് ടൈറ്റിലിൽ ഇന്ത്യ നേപ്പാളിനെ തോൽപ്പിച്ചുകൊണ്ട് ടൈറ്റിൽ ജയിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫുട്ബോളിലാണ് ഇപ്പോൾ ജയിച്ചിരിക്കുന്നത്. ഇതതിൻ്റെ നിങ്ങളുടെയൊക്കെ വായിച്ച് നോക്കാം, അതിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സോ മോസ്റ്റ് വാല്യുബിൾ പ്ലെയർ ഓഫ് ദ ടൂർണമെൻറ്റ് ആയിട്ടുള്ളത് വാൻലാപേക്ക ഗുട്ടെയാണ്. അതേപോലെ ഇന്ത്യൻ ക്യാപ്റ്റനായ വാൻലാപേക്ക ഗുട്ടെയാണ്. അതേപോലെ ഗോൾ കീപ്പറായിട്ട് സാഹിൽ ആണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡ് ജയിച്ചിരിക്കുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻസ് കൊമേഴ്ഷ്യൽ ലോഞ്ചസ് ഇന്ത്യാസ് ഫസ്റ്റ് ഹൈ ത്രൂപുട്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ്. അപ്പോൾ ഹ്യൂസ് കോർപ്പറേഷൻ കൊമേഴ്ഷ്യൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ് ഇന്ത്യയുടെ ഫസ്റ്റ് ഹൈ ത്രൂപുട്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത് ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻ കൊമേഴ്ഷ്യൽ എന്ന് പറയുന്ന സ്ഥാപനം. സോ നമുക്കൊന്ന് വായിക്കാം. ദ സർവീസ് വിൽ പ്രൊവൈഡ് ഹൈ സ്പീഡ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് അക്രോസ് ദ കൺട്രി. അപ്പോൾ ഇത് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻ കൊമേഴ്ഷ്യൽ. സോ ഹൈ സ്പീഡ് സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് അക്രോസ് ദ കൺട്രി ഇൻക്ലൂഡിങ് ഇൻ റിമോട്ട് ലൊക്കേഷൻസ് ദാറ്റ് ആർ അൺസർവീസബിൾ ബൈ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്സ്. അപ്പോൾ ഈ ടെറസ്ട്രിയൽ നെറ്റ്വർക്ക്സ് വഴി സർവീസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലങ്ങളിൽ പോലും, അങ്ങനത്തെ റിമോട്ടായിട്ടുള്ള ലൊക്കേഷൻസിൽ പോലും ഈ സാറ്റലൈറ്റ് ഇൻ്റർനെറ്റ് ടെക്നോളജി ഉപയോഗിച്ച് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഹൈ സ്പീഡ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഹൈ ത്രൂപുട്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. യൂസിങ് ദ ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ GSAT-11 GSAT-29 കമ്മ്യൂണിക്കേഷൻ സാറ്റലൈറ്റ്സ്, ആ ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ടാണ്, ആ സാറ്റലൈറ്റ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻ്റർനെറ്റ് പ്രൊവൈഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ദ ഹ്യൂസ് HTS സർവീസ് യൂസിങ് KU ബാൻഡ് transponders on GSAT-11 and GSAT-19 for the high bandwidth data transfers. അപ്പോൾ ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ജർമ്മൻ ടൗൺ, മേരിലാൻഡ്, യുണൈറ്റഡ് സ്റ്റേറ്റ്സിലാണ്. അപ്പോൾ ഹ്യൂസ് കമ്മ്യൂണിക്കേഷൻ കൊമേഴ്ഷ്യലാണ് ഇന്ത്യയിൽ ഫസ്റ്റ് ഹൈ ത്രൂപുട്ട് സാറ്റലൈറ്റ് ബ്രോഡ്ബാൻഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പോകുന്നത്. സോ സെയിം ന്യൂസ് മലയാളത്തിലുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. സോ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും ഞാനിതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. ബൈ എവരിവൺ.